കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ കെ രാഗേഷ് മുൻ MP ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3.5-4 വർഷത്തോളമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന ഉന്നത പദവിയിലാണ് ഈ മുൻ MP പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ നിയമനമാണ്. ഇപ്പോൾ അത് വളരെ കൗതുകകരമായ ഒരു രീതിയിലേക്ക് ആ നിയമനം ഇപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. സൈബർ പോരാളികൾ സൈബർ ആക്രമണങ്ങളൊക്കെ നിരന്തരമായി നടത്തുന്ന കൗതുകകരമായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടതായിട്ടുള്ള ഈ കെ രാഗേഷ് എന്ന MP കുറിച്ച് ഒരു വലിയ സ്തുതിഗീതമാണ് ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന ശ്രീമതി ദിവ്യ S. അയ്യർ ഈ രാഗേഷിനെ കുറിച്ച് വലിയ സ്തുതിഗീതം പാടിയിരിക്കുകയാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്, കർണനെ പോലും അസൂയപ്പെടുത്തുന്ന KKR കവചമാണ് യഥാർത്ഥത്തിൽ കെ രാഗേഷിന്റെ കയ്യിലുള്ളത് എന്ന് അർത്ഥമാകുന്ന വിധത്തിൽ അവർ വാനോളം ആ കെ രാഗേഷിനെ പുകഴ്ത്തുകയും സ്തുതിഗീതം പാടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ചെയ്യാൻ പാടുള്ളതാണോ എന്നതാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സൈബർ പോരാട്ടം ഇപ്പോൾ ഇവർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കുവാനായി ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകളും രംഗത്ത് വന്നിരിക്കുന്നു എന്ന വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിയമനത്തെ സംബന്ധിച്ച് പരസ്യമായി ഇതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സ്തുതിഗീതം പാടാനും വാഴ്ത്തുപാട്ട് പാടാനും അവകാശമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ നിയമപരമായിട്ടുള്ള സാങ്കത്യം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥ സ്വാഭാവികമായി ഉയർന്നതാണെങ്കിലും താണതാണെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരിക്കുന്ന സർക്കാരിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചും ചട്ടങ്ങൾ അനുസരിച്ചും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും മുഖം നോക്കാതെ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമുള്ളവരാണ്, ധാർമ്മിക ബോധമുള്ളവരാണ്. ഭരിക്കുന്നത് ആരാണെങ്കിലും ശരി, ചട്ടമനുസരിച്ച് ജനനന്മയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഏൽപ്പിക്കുന്നതായിട്ടുള്ള ചുമതലകൾ നിറവേറ്റുക എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ സ്തുതിഗീതം പാടുക എന്ന് പറയുന്നതല്ല ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ചുമതല. ഇങ്ങനെ ഒരു സ്തുതിഗീതം പാടാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ സ്തുതിഗീതം പാടുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി വളരെ വാതോരാതെ പ്രശംസാ വാക്കുകൾ ചൊരിയുമ്പോൾ അതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവരെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയിലൂടെ മുഖ്യമന്ത്രിയെ കൂടെ പ്രീതിപ്പെടുത്തുവാൻ പരോക്ഷമായി മുഖ്യമന്ത്രിക്കും സ്തുതിഗീതം പാടുക അല്ലെങ്കിൽ വാഴ്ത്തുപാട്ട് പാടുക എന്നതാണ് ഇതിലൂടെ നടക്കുന്നത് എന്നത് കേവലമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ശ്രീമതി ദിവ്യ S. അയ്യർ ചെയ്തത് ചട്ടവിരുദ്ധമാണോ, ചട്ടങ്ങൾക്ക് അനുസരിച്ചാണോ എന്നുള്ള കാര്യം മറ്റൊരു വിഷയം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് ഒരു ഉദ്യോഗസ്ഥന്റെ ഔചിത്യ ബോധമാണ്. അവർ ഇരിക്കുന്നതായ കസേരയ്ക്ക് ചേർന്ന രീതിയിലാണോ അവർ പ്രവർത്തിച്ചത് എന്നവർ സ്വയം ചോദിക്കണം. അവർ ഏത് മന്ത്രിസഭ വന്നാലും ഞങ്ങളുടെ മന്ത്രിസഭയാണ് എന്ന് പറയാൻ ബാധ്യസ്ഥയാണ് ഈ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. അവരുടെ ഔദ്യോഗിക ചരിത്രം പരിശോധിച്ചാൽ അവർ എക്കാലവും വളരെ വളരെ ആകർഷകമായ തസ്തികകളിൽ ഇരുന്ന് അവർ വളരെ പ്രോജ്വലമായി പ്രകാശിക്കുന്ന രീതിയിലൊക്കെ ഇടപെട്ട ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ സ്വന്തം ജില്ലയിൽ കളക്ടറായി വർഷങ്ങൾ പ്രവർത്തിച്ചു. സാധാരണഗതിയിൽ സ്വന്തം ജില്ലയിൽ കളക്ടറായി നിയമിക്കുന്നത് അത്യപൂർവമാണ്. അപ്പോൾ അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം
അവർക്ക് സ്വന്തം ജില്ലയിൽ കളക്ടറായി നിയമനം ലഭിച്ചത്. അതിനുശേഷവും മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജില്ലയിൽ അവർ കളക്ടറായി പ്രവർത്തിച്ചു. ഇപ്പോൾ ഇതാ അതിൽ നിന്ന് മാറി വിഴിഞ്ഞം പ്രോജക്ട്, ലോക പ്രശസ്തമായ വിഴിഞ്ഞം പദ്ധതിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുടെ സർവീസ് കാലഘട്ടത്തിലൊക്കെ അവർക്ക് ലഭിച്ചതായിട്ടുള്ള ഈ വളരെ വളരെ സുന്ദരമായിട്ടുള്ള സുഖപ്രദമായിട്ടുള്ള തസ്തികകൾ അതിന്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിലാണോ ഈ ഭരിക്കുന്ന കക്ഷികളെ വാഴ്ത്തുന്നത് എന്ന് പല ആളുകളും ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യത്തെ നമുക്കൊരിക്കലും തള്ളിക്കളയാനാവുകയില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിയമനത്തിൽ വാഴ്ത്തുപാട്ട് പാടുന്നത് അനൗചിത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇരിക്കുന്ന കസേരയ്ക്ക് അപമാനം ഉണ്ടാക്കുന്നതാണ്. അവർ ഒരു വ്യക്തി എന്ന നിലയിൽ ആരെയും പ്രശംസിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ അവർ സ്വന്തം സമൂഹ മാധ്യമങ്ങളിൽ ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രശംസിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ചു പോകുന്നത് ആരെയും കുറ്റപ്പെടുത്താവുന്നതല്ല. അവർ സ്വാഭാവികമായി അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും അവാർഡ് ലഭിക്കുകയോ ഉയർന്ന തസ്തികയിലേക്ക് പോവുകയോ അവരുടെ കീഴ്ജീവനക്കാരനാകട്ടെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായി ഉന്നത സ്ഥാനം ലഭിക്കുകയോ അവാർഡ് ലഭിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ പ്രശംസിക്കുന്നത് സ്വാഭാവികമാണ്. അതിനകത്ത് അനൗചിത്യം ഒട്ടും തന്നെ ഇല്ല. ഇത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇവിടെ നിന്നും മാറിപ്പോകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ്. അങ്ങനെ ഒരാളിനെയാണ് കുറിച്ചാണ് പറയുന്നത് കർണനെ പോലും അസൂയപ്പെടുത്തുന്ന KKR പരിച. ഇതൊക്കെ ആ ഇരിക്കുന്ന തസ്തികയ്ക്ക് യോജിച്ചതാണോ എന്ന് ഒരു ആത്മപരിശോധന നടത്തണം, സ്വയവിമർശനം നടത്തണം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. സാന്ദർഭികമായി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവരുടെ ഭർത്താവ് ഒരു മുൻ കോൺഗ്രസ് MLA കൂടിയാണ്. അദ്ദേഹത്തിന് പോലും ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ലെങ്കിലും ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് വളരെ ബന്ധപ്പെട്ട സമ്മർദ്ദത്തിന്റെ ഫലമായി അദ്ദേഹത്തിനും പറയേണ്ടതായിട്ട് വന്നു. കോൺഗ്രസിന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കൾ വളരെ നിശ്ചിതമായി ഇവരുടെ ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വിദൂഷക വേഷം കിട്ടുകയാണ്. അവർ യജമാനന്റെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതിന് വേണ്ടി ശ്രമിക്കുകയാണ്. സോപ്പിട്ട് വല്ലാതെ പതപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ സീനിയർ നേതാക്കന്മാരിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റൊരു വശം, സ്വാഭാവികമായി ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വാഴ്ത്തുപാട്ട് പാടുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർ പ്രതികരിക്കുമെന്നുള്ളത് അത്ഭുതപ്പെടുത്തേണ്ട കാര്യമല്ല, സ്വാഭാവികമാണ്. ബഹുമാനപ്പെട്ട K മുരളീധരനെ പോലുള്ള ഉന്നതന്മാരായിട്ടുള്ള നേതാക്കളൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇതിന് ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. താൻ ചെയ്തത് ശരിയാണ് എന്ന് ന്യായീകരിച്ചുകൊണ്ട് ശ്രീമതി ദിവ്യ എസ് അയ്യർ വീണ്ടും സമൂഹ മാധ്യമത്തിൽ വീഡിയോ വഴിയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നത്, ഞാൻ ആരിൽ നന്മ കണ്ടാലും, വലിയൊരു ദാർശനികയുടെ പരിവേഷത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ആരിൽ നന്മ കണ്ടാലും ഞാനത് വാഴ്ത്തും, എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ അതാണ് അഭ്യസിച്ചതെന്നൊക്കെ പറഞ്ഞു വലിയ ഒരു ദാർശനിക തലത്തിലേക്ക് അവർ ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അവരോട് ചോദിക്കേണ്ടതായിട്ടുള്ള സ്വാഭാവികമായി ഈ തരത്തിൽ അനുകമ്പയും മനുഷ്യ ഗുണങ്ങളെ കുറിച്ച് വലിയ മതിപ്പുള്ള ആളാണെങ്കിൽ അവരുടെ മൂക്കിന് താഴെയാണല്ലോ ആയിരക്കണക്കിന് പാവപ്പെട്ട യുവതികൾ മുട്ടിലിഴഞ്ഞുകൊണ്ടും ശരീരത്തെ ആകെ ഹേമിച്ചുകൊണ്ടും സ്വയം ശരീരത്തിൽ ഉപദ്രവം ചെയ്തുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും ഒക്കെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ആശാ വർക്കർമാരും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് പട്ടികയിലുള്ളവരും കഴിഞ്ഞ കുറെ നാളുകളായി വെയിലും ചൂടുമേറ്റുകൊണ്ട് ആ തെരുവീതിയിൽ കിടക്കുന്നത്. അവർക്ക് അവരുടെ സ്വന്തം നിലയിലാണ് ഇത് പറയുന്നതെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു അവധി ദിവസങ്ങളിൽ കുറഞ്ഞ പക്ഷം അവരെ പോയി ഒന്ന് കണ്ട് രണ്ട് സാന്ത്വന വാക്കുകൾ പറയാൻ, ഒരു കരുണ കാണിക്കാൻ, ഒരു മനുഷ്യത്വം കാണിക്കാൻ, ഒരു മനുഷ്യ നന്മയുടെ മൂർത്തിഭാവമാണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യവും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുപ്രവർത്തകരും ഒക്കെ ചോദിക്കുന്നതായി
ഇപ്പോൾ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായി കാണേണ്ടത് ഒരു രാഷ്ട്രീയ നിയമനം ലഭിച്ച ഒരു മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകനെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വാഴ്ത്തി പറയുന്നതും പുകഴ്ത്തി പറയുന്നതും അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് വാതോരാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശംസിക്കുന്നതുമൊക്കെ ആ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ മാന്യതയ്ക്ക് ചേർന്നതാണോ എന്ന് ഒരു സ്വയവിമർശനം നടത്തണം. കൂട്ടത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവരെക്കാൾ എത്രയോ പ്രശസ്തരായിട്ടുള്ള IAS ഉദ്യോഗസ്ഥർ ഈ കേരളത്തിൽ ഭരണരംഗത്തിരുന്നിട്ടുണ്ട്, ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. എത്രയോ സീനിയർ ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കുറിച്ചൊന്നും വാഴ്ത്തുപാട്ട് പാടാൻ അല്ലെങ്കിൽ അവർ മറ്റാർക്കെങ്കിലും വാഴ്ത്തുപാട്ട് പാടാനോ ഇതുവരെ ശ്രമിച്ചതായി നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവർക്ക് മാത്രമായി ഇത്ര ഒരു മനുഷ്യ സ്നേഹവും അനുകമ്പയും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് പ്രശംസിക്കുകയും ചെയ്യാനൊക്കെയുള്ള ഒരു മനോഭാവം ഉണ്ടായത് യാന്ത്രികമാണ്, കൃത്രിമത്വമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിന്റെ പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട K മുരളീധരൻ പറഞ്ഞത്, ഒരുപാട് പതപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം അത് ചെയ്യാനെന്ന് ഒരു ഒളിഞ്ഞ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായി മുഖം നോക്കാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ആ കോണ്ടക്ട് റൂൾസിനകത്തുള്ള അല്ലെങ്കിൽ സ്വഭാവം പ്രവർത്തനം സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ആളിനെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ നേതാവിനെ വാഴ്ത്തിപ്പാടുന്നത് തെറ്റായ സന്ദേശങ്ങൾ പകർത്തുമെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അതുകൊണ്ട് അവർ ചെയ്തതിനകത്തുള്ള നിയമവശത്തേക്കാൾ ഉപരിയായി അല്ലെങ്കിൽ ചട്ടലംഘനത്തെക്കാൾ ഉപരിയായി കാണേണ്ടത് അവർ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതാണോ ഈ തരം വാഴ്ത്തുപാട്ടുകൾ, അവയെ വഹിക്കുന്ന സ്ഥാനത്തിന് ചേർന്നതാണോ ഇത്തരം സ്തുതിഗീതങ്ങൾ, അവരിയ്ക്കുന്ന കസേരയുടെ മാന്യതയ്ക്ക് അനുകൂലമായിട്ടാണോ ഔചിത്യമാണോ ഇതിനകത്തുള്ളത് എന്ന കാര്യം ഒരു സ്വയവിമർശനത്തിലൂടെ കണ്ടെത്തുന്നത് നന്നായിരിക്കും. സർക്കാർ നമുക്കെല്ലാം അറിയാം, ഏത് സംസ്ഥാനത്താണേലും നമ്മുടെ രാജ്യത്ത് സർക്കാരുകൾ മറിഞ്ഞു വരികയാണ്. ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഉള്ള ഭേദമൊന്നുമില്ലാതെ ഏത് സർക്കാർ വന്നാലും അത് നമ്മുടെ സർക്കാരാണ് എന്ന് പരക്കെ പറയുവാനും ആ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനും സാങ്കേതികമായും നിയമപരമായും ചട്ടങ്ങൾ അനുസരിച്ചും ഉത്തരവാദപ്പെട്ടവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. ഏറ്റവും താഴത്തെ ജീവനക്കാരൻ മുതൽ ഏറ്റവും ഉയർന്ന ജീവനക്കാരൻ വരെ. കാരണം നികുതിദായകന്റെ പണമാണ് അവർ വേതനമായി മറ്റ് ആനുകൂല്യങ്ങളായി നേടുന്നത്. അപ്പോൾ ആ നികുതിദായകനോടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അവർ പുലർത്തേണ്ടത്. അല്ലാതെ സ്വന്തം കാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായി എന്തെങ്കിലും ഒളിഞ്ഞോ തെളിഞ്ഞോ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പാദസേവ ചെയ്യുന്നതും പാദപൂജ നടത്തുന്നതും അവർക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പരസ്യപ്പെടുത്തുന്നതും വാഴ്ത്തിപ്പാടുന്നതും പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാപാത്രങ്ങളോട് സാദൃശ്യപ്പെടുത്തുന്നതൊക്കെ കുറച്ച് കടന്ന കൈയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റ് ഒരു ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഇത് ചെയ്തത് അവർക്ക് തിരിച്ചടിയാകുമോ എന്ന് പോലും അവർ ആലോചിക്കുന്നത് നന്നായിരിക്കും. അവർ ചെന്നുപെട്ടിരിക്കുന്നത് ഒരു വൈതരണിയിലാണ്. ഏതെല്ലാം തരത്തിൽ അത് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, മനുഷ്യ നന്മ എവിടെ കണ്ടാലും അതിനെ ഞാൻ പ്രശംസിക്കുമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ കൂടെ ജാഗ്രതയും അവധാനതയും പുലർത്തുന്നതാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയ്ക്ക് ചേർന്നത് എന്നാണ് പൊതുസമൂഹം കരുതുന്നത്. അതുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള സ്ഥാനത്തിന്റെ മഹിമയ്ക്കനുസരിച്ചും അതിന്റെ ഉത്തരവാദിത്തം അനുസരിച്ചും ഏത് സർക്കാരും നമ്മുടെ സർക്കാരാണെന്നുള്ള മുദ്രാവാക്യം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടും വേണം യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠമാണ് ഇതിൽ നിന്ന് അവർ പഠിക്കേണ്ടതും അതുപോലെ തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും എന്നുള്ളതാണ് വസ്തുത.